നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ഫോണിങ് എടുക്ക്. ഞാൻ രണ്ടുപേരോടും വരാൻ പറയാം. ഞാൻ പോയി മുത്തശ്ശന്റെ ഫോൺ എടുത്തോണ്ട് വരാം. മുത്തശ്ശൻ അവരെ വിളിക്കണ്ട. അമ്മ വരാതിരിക്കുന്നേ നല്ലതെന്ന് ഞാൻ പറഞ്ഞതാ. ഞാൻ വരുത്തി വെച്ചത് ഞാൻ തന്നെ അനുഭവിക്കണം. ശ്രീകുട്ടി പറയുന്നതന്നെ ശരി. വല്യേച്ചിക്ക് ഇതൊന്നും കണ്ടുവയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. ചടങ്ങ് അലങ്കോലമാക്കാതിരിക്കുന്നതാ നല്ലത്. നിനക്കും തന്നെ മുഴക്കും ഇവിടെന്താ കാര്യം? ഗംഗാധര പണിക്കർ BP കൂട്ടണ്ട. ഞങ്ങള് വലിഞ്ഞു കയറി വന്നതല്ല, ക്ഷണിച്ചിട്ട് തന്നെയാ വന്നത്. ഇത് കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാ. ഞങ്ങൾ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. ദക്ഷ മകളെയും കൂട്ടി പോവാൻ നോക്ക്. ക്ഷണിച്ചിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? സഞ്ജുവിന്റെ ബർത്ത്ഡേക്ക് അവന്റെ ഭാര്യ ലച്ചു ക്ഷണിച്ചിട്ടാ ഞങ്ങൾ വന്നത്. ഭാര്യ കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ളവർ. ഭാര്യ എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. നിലവിൽ 2 പേരായി ഈ വീട്ടിലുള്ളത്. അപ്പൊ നീ കൂടി അറിഞ്ഞുകൊണ്ടാണ് അല്ലേടി ഇവളെ മോളെ ഇങ്ങോട്ട് വരുത്തിയത്? ഇവര് വന്നതിന് അമ്മ എന്റെ തല കയറാനൊന്നും നിക്കണ്ട. 2 കൊച്ചു മരുമക്കളോടും വിളിച്ച് ചോദിക്ക് ആരാ ഇവരെ ക്ഷണിച്ചെന്ന്. ഞങ്ങളെ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വന്ന് സ്വീകരിച്ചോളും. നിങ്ങളാരും ബുദ്ധിമുട്ടണ്ട. ദക്ഷാമയും സഞ്ജനയും വരില്ലെന്ന് ഞാൻ കരുതിയത്. ലച്ചു ആത്മാർത്ഥമായി ക്ഷണിച്ച ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റുമോ? ലച്ചു സഞ്ജുന്റെ ഭാര്യയായി ഈ വീട്ടിൽ വന്നിട്ട് സഞ്ജുന്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ? എനിക്ക് ഒരുപാട് സന്തോഷായി. മുത്തശ്ശിയെ കൂടി കൂട്ടിക്കൊണ്ടു വരേണ്ടതായിരുന്നു. അമ്മയ്ക്ക് തീരെ സുഖമില്ല ലച്ചു. ഓ, ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റാ. ലച്ചു തന്നെ സഞ്ജുവിനെ ഏൽപ്പിച്ചാ മതി. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് ഇതൊക്കെ പതിവുള്ളതല്ലേ. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ നിങ്ങളെ 2 പേരെയും ക്ഷണിക്കുന്നുണ്ട്. നിങ്ങക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അതിനൊക്കെ സമയമുണ്ടല്ലോ. നിന്റെ ഭർത്താവ് എവിടെ? സഞ്ജുട്ട മേളില. നീ വാലച്ചു, സഞ്ജുവിനെ കൂടി എനിക്കൊന്ന് കാണണം. അതിനിപ്പോ എന്താ? സഞ്ജന വാ. എനിക്ക് കവിതയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, കമ്പനിയെ സംബന്ധിച്ച് തന്നെ. ഒരിക്കൽ ഞാൻ അവിടെ വന്ന് പറഞ്ഞതാ. ദക്ഷ വരൂ, എന്റെ റൂമിലിരുന്ന് സംസാരിക്കാം. സഞ്ജു ഏട്ടനോട് ഗിഫ്റ്റിന്റെ കാര്യമൊന്നും ഞാൻ പറയില്ല. സഞ്ജു ഏട്ടൻ ഈ ഡ്രസ്സാണ് ഞാൻ ഫംഗ്ഷന് വരുന്നതെങ്കിൽ ആ മനസ്സില് എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് എനിക്ക് വ്യക്താവും. നിന്റെ സഞ്ജു ഏട്ടൻ ഈ ഡ്രസ് അല്ല ധരിക്കുന്നെങ്കിലോ? എനിക്ക് നല്ല ഉറപ്പുണ്ട്
സഞ്ജന നോക്കിക്കോ, സഞ്ജുവേട്ടൻ ഈ ഡ്രസ് അണിഞ്ഞേ വരൂ. ആ മനസ്സ് എനിക്കറിയാം. ഈ ഡ്രസ് സഞ്ജനയ്ക്ക് ഇഷ്ടായോ? ആ ഇഷ്ടായി, നന്നായിട്ടുണ്ട്. എന്നാ ഇപ്പൊ തന്നെ ഈ ഗിഫ്റ്റ് സഞ്ജുവേട്ടന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കട്ടെ. ശരി ശരി, ഹസ്ബൻഡിന്റെ സ്നേഹം അളക്കാനുള്ളതല്ലേ, വേഗം ചെല്ല്. ഇല്ലെങ്കിൽ ചിലപ്പോ ആള് വേറെ ഡ്രസ്സ് മാറി എടുത്തിട്ടാലോ. അയ്യോ, അത് വേണ്ട. അതിനു മുൻപ് ഞാനിത് ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പോവാ. എന്താ സ്വാതി? സഞ്ജു, എനിക്കിത് തീരെ ഇഷ്ടമായിട്ടില്ല. അമ്മ ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ ഞാൻ സഹിക്കുക. പക്ഷെ നമ്മള് ഫാമിലി ആയിട്ട് നടത്തുന്ന ചടങ്ങില് എന്തിനാ അമ്മ ദക്ഷയും സഞ്ജനയും ഇങ്ങോട്ട് ക്ഷണിച്ചത്? അവൾ അവരെ ക്ഷണിച്ചത് നിന്നോട് പറഞ്ഞോ? മമ്മിയും മോളും താഴെ വന്ന് ഇരിപ്പുണ്ട്. അവൾക്ക് അവരൊക്കെ ഇപ്പൊ ബന്ധുക്കളല്ലേ. അകത്തും പുറത്തുമായിട്ട് അമ്മ നമ്മുടെ സ്വസ്ഥത കെടുത്തുവല്ലേ സഞ്ജു. അമ്മൂനെ കൊണ്ട് ഞാൻ സഹി കെട്ടു. അവള് ക്ഷണിച്ചിട്ടല്ല അവര് വന്നത്. നമുക്കത് ക്ഷമിച്ചു കളയാതെ പറ്റുമോ? അങ്ങനെ ക്ഷമിച്ചു കളയാവുന്ന കാര്യമാണോ ഇത്? അവളുടെ ഭർത്താവ് സഞ്ജു ആണെന്നാ അവള് ദക്ഷയോട് പറഞ്ഞിട്ടുള്ളത്. ആ സ്ത്രീ അത് വെച്ച് നമ്മളെ നാണം കെടുത്തില്ലേ? സത്യം ദക്ഷയ്ക്ക് അറിയാവുന്നതല്ലേ. ദക്ഷയിൽ നിന്ന് അമ്മൂനെ അകറ്റാണ് നമ്മൾ നോക്കേണ്ടത്. സത്യം പറഞ്ഞ സഞ്ജുന്റെ ബർത്ത്ഡേക്ക് ഞാൻ അച്ഛനും അമ്മയും വിളിക്കാത്തത് അമ്മ ഇടയ്ക്ക് കയറി നിൽക്കുമെന്ന് കരുതിയാ. അങ്ങനെ സംഭവിച്ച അമ്മ എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്ക് അറിയില്ല സഞ്ജു. ഈ ഫംഗ്ഷനെ വേണ്ടത് വെക്കേണ്ടതായിരുന്നു. അത് നടക്കട്ടെ സഞ്ജു. അവള് സഞ്ജുവിന് ധരിക്കാൻ എന്തോ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശി പറയുന്ന കേട്ടു. അവളത് ധരിക്കാൻ സഞ്ജുനെ നിർബന്ധിക്കും. അത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവൾക്ക് വാക്കുന്നല്ലേ. അല്ല, എന്താ നീ എനിക്ക് വേണ്ടി വാങ്ങി വെച്ചത്? അത് സഞ്ജുന്റെ ടേബിളിന്റെ മുകളില് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഡ്രസ് ബോക്സിന്റെ പുറത്ത് ഒരു ഗ്രീറ്റിംഗും ഉണ്ട്. സഞ്ജു അത് ധരിച്ചു വാ. എന്നാലും ഡ്രസ് എന്താന്ന് പറയില്ലല്ലേ? അതൊരു സർപ്രൈസ്. ആ ചെല്ല്. അമ്മ കയറി വരുന്നതിന് മുമ്പ് സഞ്ജു ഡ്രസ് ചെയ്ത് വാ. ഞാൻ താഴേക്ക് ചെല്ലട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.